ഇന്നത്തെ ക്ലാസ് പ്രൊഡക്റ്റ് ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്ന പ്രോബ്ലംസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികളെല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കാണുക. പ്രൊഡക്റ്റ് ഫോർമുല: സൈൻ എ പ്ലസ് സൈൻ ബി ഈക്വൽ ടു 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. സൈൻ എ മൈനസ് സൈൻ ബി ഈക്വൽ ടു 2 കോസ് എ പ്ലസ് ബി ബൈ 2 സൈൻ എ മൈനസ് ബി ബൈ 2. കോസ് എ പ്ലസ് കോസ് ബി ഈക്വൽ ടു 2 cos a plus b by 2 cos a minus b by 2. Cos a minus cos b equal to minus 2 sin a plus b by 2 sin a minus b by 2. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രീവിയസ് റിസൾട്ടുകളാണ്. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ തീറ്റ. കോസ് ഓഫ് മൈനസ് തീറ്റ എന്താണ്? കോസ് തീറ്റ. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. എക്സാമ്പിൾ 1, സൈൻ 4 തീറ്റ പ്ലസ് സൈൻ 2 തീറ്റ. സൈൻ എ പ്ലസ് സൈൻ ബി എന്ന ഫോമിലാണ് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് സൈൻ എ പ്ലസ് സൈൻ ബി? 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യാവുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. അപ്പോൾ എയുടെയും ബിയുടെയും പ്ലേസിൽ എന്താണ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക? ഇവിടെ നോക്കുക, എയുടെ പ്ലേസിൽ 4 തീറ്റ, ബിയുടെ പ്ലേസിൽ 2 തീറ്റ. നമ്മളിന്ന് ഇക്വേഷൻ എഴുതി ആ ഇക്വേഷനിൽ എയ്ക്കും ബിക്കും ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 സൈൻ, എയ്ക്ക് എന്ത് കൊടുക്കാം? 4 തീറ്റ പ്ലസ് ബിക്ക് എന്ത് കൊടുക്കുന്നു? 2 തീറ്റ all divided by 2 into cos എക്ക് again 4 തീറ്റ minus ബിക്ക് 2 തീറ്റ all divided by 2 എന്ന് കൊടുത്തു, which is equal to 2 sin 4 തീറ്റ plus 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 തീറ്റ divided by 2 into cos 4 തീറ്റ minus 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 തീറ്റ by 2, which is equal to 2 sin 6 by 2 എന്ന് പറഞ്ഞാൽ 3 തീറ്റ ഇൻറ്റു കോസ് 2 ഇൻറ്റു ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി അവിടെ എന്തേ ഉള്ളൂ? തീറ്റ. അടുത്തൊരു എക്സാമ്പിൾ, തീറ്റയുടെ പ്ലേസിൽ വാല്യൂസ് വന്നാൽ, നമ്പേഴ്സ് വന്നാൽ എങ്ങനെ പ്രോബ്ലം ചെയ്യണം? കോസ് 65 പ്ലസ് കോസ് 15, 2 കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2 ആണ് നമ്മുടെ ഇക്വേഷൻ. എയുടെ പ്ലേസിൽ 65, ബിയുടെ പ്ലേസിൽ 15. അപ്പോൾ എന്തെഴുതാം? 2 കോസ് 65 പ്ലസ് 15 by 2 into cos 65 minus 15 by 2, which is equal to 2 cos 80 by 2 into cos 50 by 2 equal to 2 cos 80 by 2 എന്ന് പറഞ്ഞാൽ 40 and cos 50 by 2 എന്ന് പറഞ്ഞാൽ 25. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോബ്ലം 1. പ്രൂവ് ദാറ്റ് sin 50 minus sin 70 plus cos 80 equal to 0. ഇവിടെ നോക്കുക, ഇവിടെ 3 ടേംസിൻ്റെ അഡീഷനും സബ്സ്ട്രാക്ഷനാണ് കൊടുത്തേക്കുന്നത്. നമുക്കറിയാം സൈൻ 50 മൈനസ് സൈൻ 70 ഏത് ഫോമില? സൈൻ എ മൈനസ് സൈൻ ബി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യമേ സൈൻ 50 മൈനസ് സൈൻ 70യുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഈ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ 50 മൈനസ് സൈൻ 70 എന്ന് പറഞ്ഞാൽ ഏത് ഫോമില? സൈൻ എ മൈനസ് സൈൻ ബി. അപ്പം എന്തെഴുതി? 2 കോസ്, ഇക്വേഷനിൽ എയ്ക്കും ബിക്കും 50 70 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 50 plus 70 by 2 into sin 50 minus 70 by 2, which is equal to 2 cos 50 plus 70 120 by 2 into sin 50 minus 70 minus 20 by 2 equal to 2 cos 120 by 2 എന്ന് പറഞ്ഞാൽ 60 and sin minus 20 by 2 എന്ന് പറഞ്ഞാൽ minus 10, which is equal to 2 cos 60 into sin of minus തീറ്റ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് സൈൻ തീറ്റ, മൈനസ് സൈൻ തീറ്റ. ആ റിസൾട്ട് ഇവിടെ യൂസ് ചെയ്യുമ്പോൾ സൈൻ ഓഫ് മൈനസ് 10 മൈനസ് സൈൻ 10. ഇനി നമ്മൾ നമ്മുടെ LHS എടുത്ത് എഴുതുക. സൈൻ 50 മൈനസ് സൈൻ 70 പ്ലസ് കോസ് 80 is equal to സൈൻ 50 മൈനസ് സൈൻ 70ക്ക് എന്ത് കൊടുക്കാം? 2 into cos 60 into minus sin 10 plus 80. cos 80 എന്ന് പറഞ്ഞാൽ എന്താണ്? cos 90 minus 10. cos 90 minus 10ൻ്റെ വാല്യൂ റിഡക്ഷൻ ഫോർമുല ഫോർ 90 മൈനസ് തീറ്റ അനുസരിച്ച് cos 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? സൈൻ 10 എന്ന് വരും. അപ്പോൾ cos 80യുടെ വാല്യൂ എന്താണ്? സൈൻ 10 പ്ലസ് സൈൻ 10 ഈക്വൽ ടു 2 ഇൻറ്റു വാട്ട് ഈസ് cos 60? 1/2 into minus sin 10 plus sin 10. 2 ക്യാൻസൽ ചെയ്തു. മൈനസ് സൈൻ 10 പ്ലസ് സൈൻ 10 എന്ന് പറഞ്ഞാൽ 0 ഈക്വൽ ടു RHS.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പലതവണ എക്സാമിന് ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് cos π/8 പ്ലസ് cos 3π/8 പ്ലസ് cos 5π/8 പ്ലസ് cos 7π/8 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് 4 ടേംസിൻ്റെ അഡീഷനാണ്. അപ്പോൾ നമ്മൾ 2 ടേംസിനെ വെച്ച് ഗ്രൂപ്പ് ചെയ്യുന്നു. അതിന് മുമ്പ് നമ്മൾ ഈ സിംപ്ലിഫിക്കേഷൻ കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടി പുട്ട് π/8 ആസ് എക്സ്, നമ്മൾ π/8ൻ്റെ പ്ലേസിൽ എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതെന്തായി മാറും നോക്കുക. LHS ഈക്വൽ ടു കോസ് π/8ന് എന്ത് കൊടുക്കുക, എക്സ് കൊടുക്കുക, എക്സ് പ്ലസ് കോസ് 3 π/8ന് അഗൈൻ എക്സ് കൊടുത്തു പ്ലസ് കോസ് 5 π/8ന് എക്സ് കൊടുത്തു പ്ലസ് കോസ് 7 π/8ന് എന്ത് കൊടുത്തു, എക്സ് കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്യുവാണ്. കോസ് എക്സ് പ്ലസ് കോസ് 3x പ്ലസ് കോസ് 5x പ്ലസ് cos 7x. What is cos a plus cos b? 2 cos a plus b by 2 into cos a minus b by 2. ഈ റിസൾട്ട് ഇവിടെ യൂസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരും? 2 cos x plus 3x by 2 into cos x minus 3x by 2 plus cos 5x plus cos 7x എന്ന് പറഞ്ഞാൽ again cos a plus cos b യുടെ ഇക്വേഷൻ യൂസ് ചെയ്യുക. 2 cos എയുടെ പ്ലേസിൽ 5x, ബിയുടെ പ്ലേസിൽ 7x. 5x plus 7x by 2 into cos 5x minus 7x by 2 which is equal to 2 cos x plus 3x എന്ന് പറഞ്ഞാൽ 4x by 2 into cos x minus 3x എന്ന് പറഞ്ഞാൽ minus 2x by 2 plus 2 cos 5x plus 7x എന്ന് പറഞ്ഞാൽ 12x by 2 into cos 5x minus 7x എന്ന് പറഞ്ഞാൽ minus 2x by 2 equal to 2 cos, നമുക്ക് ഈ 4 2 ക്യാൻസൽ ചെയ്യാം. എത്ര വന്നു? 2x. ഈ 2 2 ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വന്നു? cos minus x plus 2 cos 12 2 ക്യാൻസൽ ചെയ്യുമ്പോൾ 6x into ഈ മൈനസ് 2 2 ക്യാൻസൽ ചെയ്യുമ്പോൾ cos minus x. നമ്മളിപ്പോൾ പറഞ്ഞു കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കോസ് തീറ്റ. സോ ഇതെങ്ങനെ വന്നു? 2 cos 2x ഇൻറ്റു കോസ് എക്സ് പ്ലസ് 2 cos 6x ഇൻറ്റു കോസ് എക്സ്. രണ്ട് ടൈമിൽ നിന്ന് 2 cos എക്സിനെ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. ബാക്കി അവിടെ എന്തേ ഉള്ളൂ? cos 2x പ്ലസ് cos 6x വിച്ച് ഇസ് ഈക്വൽ ടു 2 cos x ഇൻറ്റു cos a പ്ലസ് cos b എന്നുള്ള ഫോമിലാണ്. എഗെയിൻ നമ്മൾ ആ റിസൾട്ട് അവിടെ അപ്ലൈ ചെയ്യുക. 2 cos 2x പ്ലസ് 6x ബൈ 2 ഇൻറ്റു cos 2x മൈനസ് 6x ബൈ 2 is equal to 2 cos x into 2 into cos 2x plus 6x എന്ന് പറഞ്ഞാൽ 8x. 8x by 2 എന്ന് പറഞ്ഞാൽ 4x into cos 2x minus 6 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 4x. 4xൻ്റെ പകുതി മൈനസ് 2x which is equal to 2 cos x into 2 cos 4x into cos of minus 2x എന്ന് പറയുന്നത് തന്നെയാണ് cos 2x. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ എക്സിൻ്റെ വാല്യൂ തിരിച്ച് റീപ്ലേസ് ചെയ്യുക. 2 cos എക്സിന് എന്ത് കൊടുക്കുക? π/8 ഇൻറ്റു 2 cos 4 ഇൻറ്റു എക്സിന് അഗെയിൻ π/8 കൊടുക്കുക. π/8 ഇൻറ്റു cos 2 ഇൻറ്റു π/8 which is equal to 2 cos π/8 ഇൻറ്റു 2 cos π/2 ഇൻറ്റു cos 2 8 ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ എന്ത് തോന്നുന്നു? π/4 which is equal to 0. Since cos π/2 എന്ന് പറഞ്ഞാൽ എന്താണ്? cos 90. cos 90യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു യൂണിറ്റ് ടേം എന്ന് പറയുന്നത് എന്ത് തന്നെ വരും? 0. Hence the answer. Prove that sin 2 alpha plus sin 5 alpha minus sin alpha divided by cos 2 alpha plus cos 5 alpha plus cos alpha equal to tan 2 alpha. ന്യൂമറേറ്റർ ടേമും ഡിനോമിനേറ്റർ ടേമും നമ്മൾ ഇൻഡിവിജ്വലി ആദ്യമേ കണ്ടുപിടിക്കുക. അപ്പം sin 2 alpha plus sin 5 alpha minus sin alpha. കിട്ടുന്ന റിസൾട്ട് എന്താണ്? tan 2 alpha. സോ നമ്മൾ എന്ത് ചെയ്യുന്നു?
ഈ സൈൻ 2 ആൽഫ എന്നുള്ള ടേമിനെ അവിടെ നിർത്തിയിട്ട് ബാക്കി രണ്ടെണ്ണത്തിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതെങ്ങനെ വന്നു? സൈൻ 2 ആൽഫ പ്ലസ് സൈൻ 5 ആൽഫ മൈനസ് സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലാണ്? സൈൻ എ മൈനസ് സൈൻ ബി. അപ്പോൾ നമ്മൾ സൈൻ എ മൈനസ് സൈൻ ബിയുടെ ഇക്വേഷൻ യൂസ് ചെയ്യുവാണ്. 2 കോസ് 5 ആൽഫ പ്ലസ് ആൽഫ ബൈ 2 ഇൻറ്റു സൈൻ 5 ആൽഫ മൈനസ് ആൽഫ ബൈ 2 is equal to sin 2 alpha plus 2 cos 5 alpha plus alpha 6 alpha by 2 into sin 5 alpha minus alpha എന്ന് പറഞ്ഞാൽ 4 alpha by 2 it is equal to sin 2 alpha plus 2 cos 6 alpha by 2 എന്ന് പറഞ്ഞാൽ 3 alpha into sin 4 alpha by 2 എന്ന് പറഞ്ഞാൽ 2 alpha. അതുപോലെ തന്നെ നമ്മൾ ഡിനോമിനേറ്റർ ടേം എടുക്കുക. cos 2 alpha plus cos 5 alpha plus cos alpha 2 ആൽഫയുള്ള ടേമിനെ അവിടെ നിർത്തിയിട്ട് ബാക്കി രണ്ടെണ്ണത്തിനെ ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ എങ്ങനെ വന്നു? cos 2 alpha plus which is of the form cos a plus cos b. ആ റിസൾട്ട് അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ 2 cos 5 alpha plus alpha by 2 into cos 5 alpha minus alpha by 2. ഇതിനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. cos 2 alpha plus 2 into cos 5 alpha plus alpha എന്ന് പറഞ്ഞാൽ 6 alpha 6 alpha by 2 എന്ന് പറഞ്ഞാൽ 3 alpha into cos 5 alpha minus alpha എന്ന് പറഞ്ഞാൽ 4 alpha 4 alpha by 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 alpha. therefore LHS equal to, ഇനി LHS എടുത്തെഴുതുക. sin 2 alpha plus sin 5 alpha minus sin alpha divided by cos 2 alpha plus cos 5 alpha plus cos alpha is equal to, ഇനി ഈ വാല്യൂസ് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. sin 2 alpha plus sin 5 alpha minus sin alpha എന്ന് പറയുന്നത് എന്താണ്? sin 2 alpha plus 2 cos 3 alpha into sin 2 alpha divided by cos 2 alpha plus cos 5 alpha plus cos alpha എന്ത് കൊടുക്കാം? cos 2 alpha plus 2 cos 3 alpha into cos 2 alpha എന്ന് കൊടുക്കാം. ഇവിടെ രണ്ട് ടേമിൽ ഒരു sin 2 alpha ഉണ്ട്. നമ്മൾ ആ sin 2 alpha കോമൺ എടുത്ത് കഴിയുമ്പോൾ 1 plus 2 cos 3 alpha എന്ന് വന്നു ഡിവൈഡഡ് ബൈ താഴത്തെ ടേമിൽ ഒരു cos 2 alpha കോമൺ ഉണ്ട്. cos 2 alpha കോമൺ എടുത്ത് കഴിയുമ്പോൾ cos 2 alpha into 1 plus cos 2 alpha into 1 plus 2 cos 3 alpha എന്ന് വന്നു. 1 plus 2 cos 3 alphയും 1 plus 2 cos 3 alphയും ക്യാൻസൽ ചെയ്തു. ബാക്കി അവിടെ എന്തേ ഉള്ളൂ? sin 2 alpha by cos 2 alpha which is equal to tan 2 alpha equal to RHS.